തിരുവനന്തപുരത്ത് 19കാരൻ ഓടിച്ച കാർ ഇടിച്ച് ഓട്ടോറിക്ഷ കത്തി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറ്റൊരു സ്കൂട്ടറിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പുലർച്ചെ 3:30-ഓടെയാണ് പട്ടം ജംഗ്ഷന് സമീപം ഒരേ ദിശയിൽ സഞ്ചരിച്ച 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടത്. സർവീസ് റോഡിൽ നിന്ന് കയറിയ ബൈക്കിനെ ഇടിക്കാതിരിക്കാൻ ഓട്ടോറിക്ഷ പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഓട്ടോറിക്ഷ സ്ഫോടനത്തോടെ കത്തിപ്പിടിച്ചു. ഓട്ടോ ഡ്രൈവർ മാങ്കോട്ടുകാവ് സ്വദേശി ശിവകുമാറാണ് അപകടത്തിൽ മരിച്ചത്. ഓട്ടോറിക്ഷയ്ക്ക് പിറകിലുണ്ടായിരുന്നയാളെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തിയെങ്കിലും ശിവകുമാർ വാഹനത്തിനടിയിൽപ്പെടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി. നിലവിളിയെല്ലാം കൂടെ കേട്ട വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് 2 പേരുണ്ടായിരുന്നു ഓട്ടോയ്ക്കകത്ത്. അതിൽ ഒരാൾ വേറെ 2 പയ്യന്മാരും ചേർന്ന് എടുത്തു മാറ്റി, അയാളെ പുറത്താക്കി. ബാക്കി ഈ ഓട്ടോക്കാരനെ എടുക്കാൻ പറ്റിയില്ല. പുള്ളി ഇതിൻ്റെ ഇടയിൽ ജാമായി പോയി. അപ്പോൾ അയാൾ ഇത് കാലിലൊക്കെ വലിച്ചിട്ടും എടുക്കാൻ പറ്റിയില്ല. ശിവകുമാർ രാവിലെ കെട്ടിട നിർമ്മാണ ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ഓട്ടോയിലുണ്ടായിരുന്ന ഇന്ധനമാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട കാറ് ഒരു വട്ടം മറിഞ്ഞാണ് നിന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാർ ഓടിച്ചിരുന്ന 19കാരനടക്കം പരിക്കേറ്റ് 4 പേരും ചികിത്സയിലാണ്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.